ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ ഓണം വരെ എന്നുള്ള സീരീസിൻ്റെ അടുത്ത വ്ളോഗാണ് കേട്ടോ ഇത്. ഇപ്പോൾ എൻ്റെ കയ്യിലിടുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ നല്ല രീതിയിൽ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രാവിലത്തെ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഓണം പെട്ടെന്ന് വരും, അത് കഴിഞ്ഞ് കാർത്തിക വരും, അത് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ വരും. പെട്ടെന്ന് വർഷം തീരുന്നെന്ന് അറിയാൻ പറ്റില്ല. നമുക്കിപ്പോൾ തന്നെ ഒരു വർഷത്തിൻ്റെ പകുതി പോയി. എന്നെ സംബന്ധിച്ച് ഞാനത് അറിഞ്ഞതുപോലും ഇല്ല. എനിക്ക് ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, ബാക്കി എവിടെ പോയൊന്നൊരു പിടുത്തമില്ല. അപ്പോൾ ഈ ന്യൂ ഇയറിന് ഞാൻ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ഞാനാണ് യഥാർത്ഥ പോളിസിയൊക്കെ മാറ്റിയിട്ട് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും നമ്മൾ സെറ്റാവണം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡ്രിങ്കൊക്കെ കുടിച്ചു എന്ന് വെച്ചാൽ മുഴുവൻ കുടിച്ചെടുത്തില്ല. 2 ലിറ്ററിൻ്റെ വെള്ളമാണ് കേട്ടോ. അതിലിട്ടിട്ടുള്ളത് നാരങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു നാരങ്ങ എടുത്ത് അതിന് 2-3 സ്ലൈസ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളത്തിലിടണം. പിന്നെ ഇഞ്ചി നന്നായിട്ട് ചതച്ചിടണം. പുതിന ഉണ്ടെങ്കിൽ ഒരു 4-5 ഇല ഒന്ന് ഞവിടിയിട്ട് ആ വെള്ളത്തിലിട്ട് കുടിക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ നീക്കൂട്ടിൻ്റെ അടുത്ത് പോയിരുന്ന കാര്യം പറയാനായിട്ട്, ഇന്ന് രാവിലെ നമ്മളിങ്ങനെ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അവൾ ഡ്രോ ചെയ്യായിരുന്നു. അതിനുശേഷം മോളെ നേഴ്സറിയിലേക്ക്. പിന്നെയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലേ. പിന്നെ ഞാൻ എൻ്റെ പെറ്റ്സിൻ്റെ അടുത്ത് പോയി അവരെ കാര്യങ്ങളെല്ലാം നോക്കി. അതിനുശേഷം ഞാനും ഫുഡൊക്കെ കഴിച്ചു. ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ജിമ്മിലേക്ക് പോയി. ഇത് വൈകുന്നേരം ഉള്ളതാണ്. മോളെ നേഴ്സറിയിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ട് ട്യൂഷനാക്കിയിട്ട് ഞാൻ ജിമ്മിൽ പോയി ഫസ്റ്റ് വാമപ്പാണ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ. ഇനിയിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓണത്തിന് കറക്റ്റ് 45 ദിവസമേ ഉള്ളൂ. അപ്പോൾ അത്രയും ദിവസം കൊണ്ട് എത്രത്തോളം മാറാൻ പറ്റുമെന്നൊന്നും അറിയാൻ വയ്യ. പക്ഷേ 45 ദിവസം കൊണ്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മെയിനായിട്ട് എനിക്ക് മാറ്റേണ്ടത് എൻ്റെ ബോഡി. പിന്നെ ഇനിയിപ്പം ഹസ്ബൻഡ് ഇപ്പം എറണാകുളത്താണ് വർക്ക് ചെയ്യണേ. ഇനിയിപ്പോൾ തിരിച്ചു വരും. അപ്പോൾ ആ സമയത്ത് ഇപ്പം ഞാനെന്ന് വെച്ചാൽ ഒരു 2 വർഷമായിട്ട് ഫ്രീ ആണെന്നല്ല ആയിരുന്നു. അപ്പം നോർമലി എന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഇപ്പം ദൂര സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ബാങ്ക് ദൂരെയാണെങ്കിൽ രാവിലെ 7 മണിക്ക് പോകേണ്ടി വരും. ആദ്യമൊക്കെ പുനലൂരായിരുന്നു, അപ്പോൾ ഇവിടുന്ന് 7 മണിക്ക് പോകുമായിരുന്നു. കൊല്ലത്താകുമ്പോൾ 8:30 ആകുമ്പം പോവും. അപ്പോൾ അതിനനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ലഞ്ച്, പിന്നെ ചേട്ടൻ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഡയറ്റിൻ്റെ എന്തെങ്കിലും സ്നാക്സൊക്കെ കൊടുത്ത് വിടേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ മോള് നേഴ്സറി പോകുന്നുണ്ട്. മോൾ ആദ്യം ഇവിടെ പ്ലേ സ്കൂളിൽ പോയിരുന്ന സമയത്ത് അവിടെ നമ്മൾ 3 നേരത്തെ ഫുഡ് കൊണ്ടുപോകണമായിരുന്നു. ഒരു നേരം ഫ്രൂട്ട്, വൈകുന്നേരം ഈവനിങ് സ്നാക്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്പിളോ ബനാനയോ എന്തെങ്കിലും വെച്ചിരുന്നാൽ മതി. പിന്നെ നമ്മൾ ഈ മിഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, 10:30 ആകുമ്പം കൊടുക്കാറില്ലേ, അത് ഞാൻ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന്, ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുത്തു വിടാറ്. പിന്നെ ആ സമയത്ത് ഹസ്ബൻഡും കൂടെ ഉള്ളതുകൊണ്ട് രാവിലെ എന്തായാലും എല്ലാം ആ ഒരു കുക്കിംഗ് പരിപാടി മൊത്തം തീരുമായിരുന്നു. 2-3 മണിക്കൂർ കൊണ്ട് ഫുള്ള് തീരും. അപ്പം മോക്ക് ലഞ്ച് കൊണ്ടുപോകാനും അതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമൊന്നുമല്ല, ഞാൻ നന്നായിട്ട് ഈ സമയം യൂസ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര ബെനിഫിറ്റായിട്ടുള്ള ഭയങ്കര പ്ലസ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. പക്ഷേ ഞാനത് യൂസ് ചെയ്തില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം മോള് നേഴ്സറി പോകുന്നതുകൊണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. കാരണം നേഴ്സറിയിൽ 3 നേരവും ഫുഡും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട, നല്ല ഫുഡാണ് കൊടുക്കുന്നത്. അവിടെ മെനു ചാർട്ടൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഫ്രീ ആണ്, ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലൈറ്റായിട്ട് ചെയ്താൽ മതി. അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചില്ല കേട്ടോ. ഇപ്പം മോളായി കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് ഈ സമയം നമ്മളെ കൂടെ ഇങ്ങനെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മളത് അറിയില്ല. പക്ഷെ അത് കുറേ കഴിയുമ്പോൾ നമുക്ക് എന്താ മിസ്സായത്, നമ്മളത് എന്തുകൊണ്ട് യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര റിഗ്രറ്റ് ഒരു സംഭവം വരും. അയ്യോ, അത് കില്ലിങ് സാധനം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കയ്യിൽ നിന്ന് സാധനം പോവുകയും ചെയ്ത് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ അച്ഛനുണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന് ഒരു 2 വർഷം വരെ അച്ഛനുണ്ടായിരുന്നു. പിന്നെ കൊറോണ വന്നപ്പോഴാണ് അച്ഛൻ പോയത്. ആ സമയത്ത് അച്ഛൻ പറയും, നമുക്ക് ഈ കഴിഞ്ഞു പോയ ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ജീവിക്കാനുണ്ടോ ഇപ്പം ജീവിക്കണമെന്ന് എപ്പോഴും പറയുന്നത് കേട്ടോ. ഇപ്പം ആ വയ്യാതിരുന്ന സമയത്ത് പോലും എപ്പോഴും ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കിടക്കുന്ന ആളായിരുന്നു. എന്തോ പറഞ്ഞപ്പോഴും ഈ ഒരു ഡയലോഗ് പറയണുണ്ട്, നമുക്ക് ഇപ്പം ഈ നടക്കുന്ന ഒരു മിനിറ്റ് ഇനി ഇത് നമുക്ക് തിരിച്ചു കിട്ടില്ല. നമ്മൾ എത്ര കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാലും നമുക്കിത് തിരിച്ചു കിട്ടില്ല. അപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ജീവിക്കണമെന്നൊക്കെ അച്ഛൻ എപ്പോഴും ഇരുന്ന് പറയാറുണ്ടായിരുന്നു. എനിക്ക് അതാ ഓർമ്മ വരുന്നത്. ഇപ്പം ഞാനീ പറയുന്നത് കുറച്ചുകൂടെ സെറ്റിലാവാത്ത വീട്ടമ്മമാർക്കത് മനസ്സിലാവും. കാരണം നല്ല ഓപ്പർച്യൂണിറ്റിയൊക്കെ ഉണ്ട്. എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കിഷ്ടം പോലെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ലൈഫിൽ.
പക്ഷേ ഞാനത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് ആൾക്കാർ എനിക്ക് ചുറ്റും കാണാറുണ്ട്, കിട്ടുന്ന ഓരോ ചെറിയ സാഹചര്യങ്ങളെ നന്നായിട്ട് യൂസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്ന ആൾക്കാർ. എനിക്കെന്ന് വെച്ചാൽ ബണ്ടിൽ കണക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ആളായിരുന്നു ഞാൻ. പക്ഷേ ഒന്നും ഉപയോഗിച്ചില്ല. അതും കഴിഞ്ഞ് കുറേ സ്റ്റേജ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ പഴയത് മാത്രം ഓർത്ത് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല, മുന്നോട്ട് വരണം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ എടുക്കുന്ന എൻ്റെ ബോഡി ഒന്ന് സെറ്റ് ചെയ്യുക, മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യുക, റുട്ടീൻ ഒന്ന് സെറ്റ് ചെയ്യുക, നിഹയുടെ കാര്യം നോക്കുക, എൻ്റെ കാര്യങ്ങൾ, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് ഒരുമിച്ച് പോകാം. ഇതെല്ലാം കുറേ പേർക്ക് പ്രശ്നങ്ങളുണ്ടാകും. അപ്പം എല്ലാവരുടെ ലൈഫും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഇല്ല പോകണം. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒന്നും മാറ്റാൻ പറ്റില്ല, നമുക്ക് നമ്മളിൽ മാത്രമേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ നിങ്ങളെ പോയിൻ്റ് എന്ന് വെച്ചാൽ ആ പോയിന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിനു വേണ്ടി ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ പറയാനൊരു 1000 ആൾക്കാർ കാണും. അങ്ങനെയുള്ളവരുടെ വാക്ക് കേൾക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ നമ്മളെ കാര്യം നോക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.